യുഎഇയിൽ നിന്നുള്ള വെള്ളി ഇറക്കുമതിയിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത ആശങ്കയിലാണ്. ഈ സാമ്പത്തിക വർഷം വെള്ളിയുടെ ഇറക്കുമതി 647 മടങ്ങായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയം യുഎഇയുമായി ഇന്ത്യ അടിയന്തരമായി ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രതിപക്ഷമടക്കം വെള്ളിയുടെ ഇറക്കുമതി വർദ്ധിക്കുന്നതിൽ സർക്കാരിനെതിരെ രംഗത്തു വന്നിരുന്നു. ഇതിനു പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. യുഎഇ തമ്മിലുള്ള കോംപ്രിഹെൻസീവ് സഹകരണ കരാർ നിലവിൽ വന്ന ശേഷമാണ് വെള്ളിയുടെ ഇറക്കുമതി പല മടങ്ങായി വർദ്ധിച്ചത്. മെയ് 22-നാണ് ഈ കരാർ നിലവിൽ വന്നത്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള 4 മാസങ്ങളിൽ 10 മടങ്ങ് വർധനവാണ് വെള്ളിയുടെ ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായ ഡാറ്റയിൽ നിന്നും വ്യക്തമാകുന്നത്. 3.16 ബില്യണിന്റെ ഇറക്കുമതിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. യുഎഇ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. മൊത്തം ഇറക്കുമതിയുടെ 45%. ഒരു വർഷം മുൻപ് വെള്ളി ഇറക്കുമതിയിൽ ഇന്ത്യയെ ആദ്യ 5 രാജ്യങ്ങളിൽ പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ അതിനുശേഷം വൻ വർധനവാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്രം ഈ കുതിപ്പിൽ അമ്പരന്ന് നിൽക്കുകയാണ്. സർക്കാർ കൃത്യമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ രീതിയിലാണ് വെള്ളിയുടെ ഇറക്കുമതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യം യുഎഇയുമായി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇത് സ്വർണത്തിന്റെ ഇറക്കുമതിയിലുണ്ടായ വളർച്ചയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് ഈ വിഷയത്തിൽ എക്സിൽ പ്രതികരിച്ചിട്ടുണ്ട്. വെള്ളി അഴിമതിയാണോ നടക്കുന്നതെന്നായിരുന്നു ജയറാം രമേശ് കുറിച്ചത്. ഇലക്ട്രൽ ബോണ്ട് വിവാദവുമായി അദ്ദേഹം ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. വെള്ളി ഇറക്കുമതി കൂടാനുള്ള കാരണം നികുതി ഇളവാണ്. ഇന്ത്യ യുഎഇ കരാർ പ്രകാരം ഇറക്കുമതി തീരുവ 8%. ഇതിനു പുറമെ അടുത്ത 8 വർഷത്തിനുള്ളിൽ ഇറക്കുമതി തീരുവ 0 കുറയും. അതായത് നികുതിയില്ലാതെ ഇറക്കുമതി നടത്താനാകും എന്ന് സാരം. ഇതിലൂടെ തട്ടിപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. കൂടുതൽ വെള്ളി രാജ്യത്തേക്ക് എത്തുന്നതിലൂടെ നികുതി ഇളവ് ലഭിക്കും. ഇത് കള്ളപ്പണം വെളുപ്പിക്കാനടക്കം സഹായകരമാകുമെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും എല്ലാ വിഷയവും ചൂണ്ടിക്കാട്ടി തന്നെയാണ് ലോക്സഭയിൽ കോൺഗ്രസ് ശബ്ദമുയർത്തുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതോടെ പല വിഷയങ്ങളിലും മറുപടി പറയാനാകാതെ ഉത്തരം മുട്ടുകയാണ് മോദി സർക്കാർ.